ഇത് കൊടുങ്ങല്ലൂരമ്മയുടെ പുണ്യതീർത്ഥമായ പുഷ്കരിണിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള മനോഹരമായ കഥയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കഥയാണിത്. അന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഇന്നത്തെ പോലെ ആയിരുന്നില്ല. ചുറ്റും കരിഞ്ഞുണങ്ങിയ ചുവന്ന മണ്ണും കഠിനമായ ചൂടും നിറഞ്ഞ പ്രദേശം. ദൂരദേശങ്ങളിൽ നിന്നും ഭക്തർ അമ്മയെ കാണാൻ എത്തുമായിരുന്നു. പക്ഷേ വഴിയിലെ പൊടിയും അഴുക്കും പുരണ്ട് തളർന്നെത്തുന്ന ഭക്തർക്ക് ദാഹമകറ്റാനോ ഒന്ന് ദേഹം ശുദ്ധി വരുത്താനോ ഒരു തുള്ളി വെള്ളം പോലും ക്ഷേത്ര പരിസരത്ത് അന്ന് ലഭ്യമല്ലായിരുന്നു. അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ദേഹശുദ്ധി നിർബന്ധമായിരുന്നു. ദാഹിച്ചു വലഞ്ഞും പാദങ്ങൾ പൊള്ളിയും എത്തുന്ന ഭക്തരുടെ സങ്കടം കണ്ട് പൂജാരിമാരും നാട്ടുകാരും ഒരുപോലെ വിഷമിച്ചു. അവർ പലയിടത്തും മണ്ണ് കുഴിച്ചു നോക്കി. പക്ഷേ പാറ നിറഞ്ഞ ആ ചുവന്ന മണ്ണിൽ നിന്ന് വെള്ളത്തിന്റെ ഒരു ഉറവ പോലും കണ്ടുകിട്ടിയില്ല. ഒരു സന്ധ്യാനേരം ആകാശം ചുവന്നു തൊടുത്തിരിക്കുന്നു. ക്ഷേത്രനടയിൽ എങ്ങും കാണാത്ത വിധം ഒരു കാറ്റും ഗന്ധവും നിറഞ്ഞു. പെട്ടെന്ന് ആരും തൊടാതെ തന്നെ ശ്രീകോവിൽ നടകൾ താനെ തുറന്നു. ഉജ്ജ്വലമായ ഒരു പ്രകാശവലയത്തിനുള്ളിൽ നിന്ന് സാക്ഷാൽ ഭദ്രകാളി പുറത്തേക്ക് എഴുന്നള്ളി. കൈകളിൽ ആയുധങ്ങളേന്തിയ അമ്മയുടെ ഉഗ്രരൂപം തന്റെ മക്കളുടെ ദാഹവും കണ്ണീരും ആ കാരുണ്യവതിയായ അമ്മ കണ്ടു. പൊടിപുരണ്ട അവരുടെ പാദങ്ങളും ഉണങ്ങിയ ചുണ്ടുകളും കണ്ടപ്പോൾ അമ്മയുടെ ഉള്ളലിഞ്ഞു. ലോകത്തെ വിറപ്പിക്കുന്ന ഒരു ഗർജനത്തോടെ അമ്മ തന്റെ വട്ടായുധം വാൾ ആകാശത്തേക്കുയർത്തി. ഭൂമി പിളരുന്ന ശബ്ദത്തോടെ അമ്മ തന്റെ വാൾ ആ കഠിനമായ മണ്ണിലേക്ക് ആഞ്ഞു തറച്ചു. ഭൂമിദേവിക്ക് ആ പ്രഹരം താങ്ങാനായില്ല. വാൾ മണ്ണിൽ ആഴ്ന്നിറങ്ങിയ ആ നിമിഷം പാതാളത്തിൽ നിന്ന് ഒരു സിംഹഗർജനത്തോടെ തെളിനീരുറവ പൊട്ടിപ്പുറപ്പെട്ടു. ആകാശത്തോളം ഉയർന്ന ആ ജലധാര സന്ധ്യാസൂര്യന്റെ പ്രകാശത്തിൽ വജ്രക്കല്ലുകൾ പോലെ തിളങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശം മുഴുവൻ കുളിർമ പടർന്നു. വരണ്ടുണങ്ങിയ ആ മണ്ണിൽ വറ്റാത്തൊരു ജലാശയം രൂപപ്പെട്ടു. ഭക്തർക്ക് ആനന്ദ കണ്ണീരോടെ ആ പുണ്യജലത്തിൽ മുങ്ങി നിവർന്ന് അമ്മയെ തൊഴാൻ വഴി തെളിഞ്ഞു. തന്റെ മക്കളുടെ ദാഹമകറ്റിയ സംതൃപ്തിയോടെ ദേവി വീണ്ടും ശ്രീകോവിലിലേക്ക് മറഞ്ഞു. ആ പുണ്യജലാശയമാണ് ഇന്നത്തെ കൊടുങ്ങല്ലൂർ പുഷ്കരിണി. അമ്മേ മഹാമായേ, കൊടുങ്ങല്ലൂരമ്മേ, അടിയങ്ങളെ കാത്തുരക്ഷിക്കണേ.